അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ ദി ക്രോണിക്കിൾസ് ഓഫ് നാർണിയ വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ ഡയറക്ടർ ആൻഡ്രേ അഡാംസൺ സംവിധാനം ചെയ്ത് 2005 പുറത്തിറക്കിയ അടിപൊളി ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ് ദി ക്രോണിക്കിൾസ് ഓഫ് നാർണിയ. ലൂസി, സൂസൻ, പീറ്റർ, എഡ്മണ്ട് എന്നീ 4 സഹോദരങ്ങളുടെ അടിപൊളി കഥയാണ് ഈ മൂവി നമ്മളുമായി പങ്കുവെക്കുന്നത്. കുട്ടിക്കാലത്ത് എന്നെപ്പോലെ സ്റ്റാർ മൂവീസിലും ഇസഡ് സ്റ്റുഡിയോ ചാനലിലും ഈ മൂവി കാണാത്ത മലയാളികൾ ഉണ്ടാവില്ല. തുടർച്ചയായി നടക്കുന്ന യുദ്ധം, അതുകൊണ്ട് മനസമാധാനമില്ലാതെ ജീവിക്കുകയാണ് ഈ അമ്മയും മക്കളും. രക്ഷയ്ക്കായി മക്കളെയും വിളിച്ച് അമ്മ താഴത്തെ അണ്ടർഗ്രൗണ്ടിൽ പോയി ഒളിക്കുകയാണ്. ഇവരുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു. അതിൻ്റെ ഏറെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും അവർക്കുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് രാവിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ മുഴുവൻ യുദ്ധവും അടിപിടിയും ഉള്ളതിനാൽ ഇവിടുത്തെ കുട്ടികളെ മാത്രം ഏറ്റെടുത്ത് നോക്കാൻ മറ്റ് സ്ഥലത്തുള്ളവർ തീരുമാനിച്ചിരിക്കുന്നു. അതിനായി എല്ലാ കുട്ടികളും അവരവർ പോകേണ്ട സ്ഥലത്തെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ട്രെയിനിൽ കയറുന്നു. മാതാപിതാക്കളെല്ലാം വളരെ വിഷമത്തോടെ അവരെ യാത്ര അയക്കുകയാണ്. ഒപ്പം നമ്മുടെ 4 സഹോദരങ്ങളും അമ്മയോട് മനസ്സില്ലാ മനസ്സോടെ യാത്ര പറഞ്ഞു പോകുന്നു. ആ അമ്മ കരഞ്ഞുകൊണ്ട് ടാറ്റ കൊടുക്കുകയാണ്. അവസാനം അവർക്ക് പോകേണ്ട സ്റ്റേഷനിൽ അവർ ഇറങ്ങുകയും അവരെ വിളിക്കാൻ ഒരമ്മച്ചി കുതിര വണ്ടിയിലും വരുന്നു. അവരെയും വിളിച്ച് അമ്മച്ചി പോയത് വലിയൊരു കൊട്ടാരം പോലത്തെ വീട്ടിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രതിമകളെ സൂസൻ തൊടാൻ പോയപ്പോൾ അതിലൊന്നും തൊട്ടുപോകരുതെന്ന് അമ്മച്ചി ദേഷ്യപ്പെടുകയാണ്. അമ്മച്ചിയുടെ സ്വഭാവം കുറച്ച് ക്രൂഡായിരുന്നു. രാത്രിയാവുമ്പോൾ അമ്മയുടെ കാര്യം ആലോചിച്ച് അവർ 4 പേരും വിഷമത്തോടെ ഇരിക്കുകയാണ്. തുടർന്ന് ബോറടി മാറ്റാൻ വേണ്ടി അവർ ഒളിച്ചുകളി കളിക്കാൻ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ പീറ്റർ എണ്ണി തുടങ്ങുകയാണ്. ബാക്കിയുള്ളവർ 3 വാക്കിലും ഓടി ഒളിക്കുന്നു. അവസാനം ലൂസി ഒരു അടഞ്ഞ റൂമിൽ കയറി നോക്കുമ്പോൾ അവിടെ ഒരു തുണി കൊണ്ട് എന്തോ ഒന്നിനെ മൂടിയിട്ടിരിക്കുന്നു. തുണി മാറ്റുമ്പോൾ അതിമനോഹരമായ ഒരു അലമാരയെയാണ് അവൾ കാണുന്നത്. ഡോർ തുറന്നതും മഞ്ഞുകട്ടകൾ മുമ്പിൽ വീഴുന്നു. പീറ്റർ ഇപ്പോൾ എണ്ണി 95ാമത്തെ നമ്പർ എത്തുകയാണ്. ഇതവൾ കേൾക്കുകയും അകത്തേക്ക് നീങ്ങി ഒളിക്കുമ്പോൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞ ചെടികൾ അവളുടെ കൈകളിൽ തട്ടുന്നു. തിരിഞ്ഞു നോക്കിയ അവൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ മറ്റൊരു മനോഹരമായ സ്ഥലം. ഇവിടെ ഇപ്പോൾ വിന്റർ സമയമാണ്. വിന്റർ ഈസ് കമ്മിങ്. അലമാരയ്ക്കകത്ത് ഇത്രയും വലിയ സ്ഥലമോ? അതവളെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നു. അങ്ങനെ അവിടെ മൊത്തം ആസ്വദിച്ച് മുമ്പിലോട്ട് പോകുമ്പോൾ മുമ്പിൽ ഒരാൾ പെട്ടെന്ന് നടന്നു വരികയാണ്. ആ രൂപം കണ്ട് ലൂസി പേടിച്ച് നിലവിളിക്കുന്നു. കാരണം കുറുക്കന്റെ കാലും മനുഷ്യന്റെ ഉടലും തലയുമാണ് അതിനുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ കുറുക്കൻ. അവർ രണ്ടുപേരും പരസ്പരം പേടിച്ച് നിൽക്കുന്നു. തുടർന്ന് ലൂസി അവനോട് പോയി സംസാരിക്കുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു. അവൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി കാപ്പിയൊക്കെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുത്തെ അത്ഭുതങ്ങളും ആരാണ് ഇവിടെ ഭരിക്കുന്നതുമുള്ളതുമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു മ്യൂസിക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. പെട്ടെന്ന് അവിടെ തീയിൽ കുതിരപ്പടകളും യുദ്ധവും നടക്കുന്നത് ലൂസി കാണുന്നു. സമയം ഏറെ കഴിഞ്ഞു. അവൻ അവളെയും വിളിച്ച് ധൃതിയിൽ തിരിച്ചു പറഞ്ഞു വിടുന്നു. ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ലുമെന്ന് പറഞ്ഞിട്ട് അവൻ കരയുകയും ചെയ്യുകയാണ്. ലൂസി തിരിച്ചു വരുമ്പോൾ പീറ്റർ ഇപ്പോൾ 96, 97 എന്ന നമ്പർ കഴിഞ്ഞ് ഇപ്പോൾ 100 എത്തിയതേ ഉള്ളൂ. അലമാരയ്ക്കകത്തുള്ള സ്ഥലത്ത് ടൈം ഡൈലേഷൻ നടന്നിരിക്കുന്നു. ലൂസി എത്ര പറഞ്ഞിട്ടും അവർ അവളെ കളിയാക്കിയത് മാത്രമല്ല ഒന്നും വിശ്വസിക്കാനും തയ്യാറായില്ല. അങ്ങനെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ലൂസി വീണ്ടും അലമാരയ്ക്കകത്ത് കയറി അവിടേക്ക് പോവുകയാണ്. ഇതിനെ പിന്തുടർന്ന് നമ്മുടെ എഡ്മണ്ടും കൂടെ പോകുന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ട് ലൂസി പറഞ്ഞത് ശരിയാണെന്ന് അവനിക്ക് മനസ്സിലായി. നടന്നു പോകുമ്പോൾ അതുവഴി കടന്നുപോയ മാൻവണ്ടിയിലെ ആൾക്കാർ അവനെ കാണുകയാണ്. തുടർന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അകത്തിരുന്ന ഒരു വൈറ്റ് വിച്ച് റാണി അവനെ ഒന്നും ചെയ്യരുതെന്ന് വണ്ടിക്കാരനോട് പറയുന്നു. ആ റാണി അവനെയും വിളിച്ച് അടുത്തിരുത്തി കയ്യിലുണ്ടായിരുന്ന ലിക്വിഡ് മഞ്ഞിലൊഴിക്കുന്നു. അപ്പോഴേക്കും അവിടെ ഒരു കപ്പ് വൈന് വരികയാണ്. ഇത് കണ്ട് ഇതൊരു അത്ഭുതം നിറഞ്ഞ ഫാന്റസി സ്ഥലമാണെന്ന് അവനിക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് കഴിക്കാനും നല്ല മധുരമുള്ള ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സ്വീറ്റ്സ് നൽകുന്നു. എന്നിട്ട് എൻ്റെ കൊട്ടാരം ആ കാണുന്ന മഞ്ഞുമലയിലെ മുകളിലാണെന്നും ഇവിടെ പ്രത്യേകതരം റൂൾസുകളുണ്ട്, ഇനി നീ ഇവിടെ വരലെന്നും പറഞ്ഞ് അവർ പോവുകയാണ്. അപ്പോഴേക്കും അവിടെ ലൂസി അവനെ കാണുകയാണ്. തുടർന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ നിനക്ക് വിശ്വാസമായില്ലേ, നമുക്ക് അവരെയും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. പക്ഷേ അകത്തെത്തുമ്പോൾ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലെന്ന് എഡ്മണ്ട് അവരോട് കള്ളം പറയുകയാണ്.
കാരണം റാണി പറഞ്ഞതുകൊണ്ട് ഇനി ഇവിടെ തിരിച്ചു പോകരുതെന്നും ഇവിടെ ആപത്താണ്, അങ്ങനത്തെ കാര്യം ഇവന്റെ മനസ്സിലുണ്ട്. ഇതൊന്നും നമ്മുടെ ലൂസിക്ക് അറിയില്ല. എഡ്മണ്ടിന്റെ വാക്കുകളെയാണ് അവർ രണ്ടുപേരും വിശ്വസിച്ചത്. അതുകൊണ്ട് ലൂസി അവരോട് പിണങ്ങി നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അവർ ക്രിക്കറ്റ് കളിക്കുന്നു. എന്നാൽ ബോൾ അബദ്ധത്തിൽ കണ്ണാടിയിൽ കൊണ്ട് പൊട്ടുകയും വീട്ടിലെ ഉടമസ്ഥർ അവരെ വഴക്ക് പറഞ്ഞ് വരികയും ചെയ്യുന്നു. വേറെ വഴിയില്ലാതെ പേടിച്ച് 4 പേരും മുകളിലോട്ടോടി അവസാനം ആ അലമാര ഇരിക്കുന്ന റൂമിനകത്ത് കയറി അതിനകത്തേക്ക് കയറുന്നു. പീറ്റർ നോക്കുമ്പോൾ മുമ്പിലത്തെ ഡോറിന്റെ പിടിയിൽ വീട്ടുടമസ്ഥർ വന്ന് തുറക്കാൻ തുടങ്ങുകയാണ്. അതിനു മുമ്പേ ഡോർ മുഴുവനുമായി അടച്ച് അവർ ആ സ്ഥലത്ത് വന്ന് വീഴുന്നു. അങ്ങനെ പീറ്ററും സൂസനും ആ സ്ഥലം കാണുകയാണ്. കണ്ട് ഞെട്ടി നിൽക്കുന്നു. എഡ്മണ്ട് ഒഴിച്ച് ബാക്കി 3 പേരും നല്ല സന്തോഷത്തോടെ ഇവിടെ സമയം ചിലവഴിക്കാമെന്ന് പറയുകയാണ്. അവന് ഒട്ടും സന്തോഷമുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ആ റാണി അവനെ കണ്ടു കഴിയുകയും എന്തൊക്കെയോ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ഇവനിക്കറിയാം. അകത്തിരുന്ന കമ്പിളി പുതപ്പണിഞ്ഞ് അവർ 4 പേരും നടന്നു പോകുമ്പോൾ തന്റെ മനുഷ്യക്കുറുക്കൻ ഫ്രണ്ടിന്റെ വീട് ലൂസി കാണുകയാണ്. അകത്ത് പോയി നോക്കുമ്പോൾ എല്ലാം അടിച്ച് നാശമാക്കിയിട്ടിരിക്കുന്നു. അവിടെ ഒരു കത്തും കാണുകയാണ്. അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: മനുഷ്യരെ ഇതിനകത്ത് കയറ്റരുതെന്ന റൂൾ ഇവിടെ ഉണ്ട്. അത് ലംഘിച്ച് ഇവൻ നിങ്ങളെ ഇവിടെ കയറ്റിയതിനാൽ ഇവനെ നമ്മൾ തടവിലാക്കി എന്ന റാണയുടെ എഴുത്തും ഒപ്പം അവന്റെ കയ്യൊപ്പും അതിൽ കാണുകയാണ്. തങ്ങൾ കാരണമാണ് ഇവനിക്കിങ്ങനെ സംഭവിച്ചതെന്നോർത്ത് ലൂസി വിഷമിച്ചു നിൽക്കുന്നു. തുടർന്ന് നമുക്കവനെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും റാണയുടെ അടുത്ത് പോകണമെന്ന് അവർ തീരുമാനിക്കുന്നു. എഡ്മണ്ടിന് റാണയെ ആദ്യമേ അറിയാവുന്ന കാര്യം ബാക്കിയുള്ളവർക്ക് അറിയില്ല. അവിടെ വെച്ച് ബീവർ ജന്തുവിനെ അവർ കാണുകയാണ്. എന്നാൽ അത് അവരോട് സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ട് അവർ കൂടുതലും ഞെട്ടുകയാണ്. തനിക്ക് റാണിയുടെ സ്ഥലം അറിയാമെന്നും ഞാൻ നിങ്ങളെ അവിടെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അത് അവരെ വിളിച്ച് അവരുടെ വീട്ടിൽ വിശ്രമിക്കാൻ കൊണ്ടുപോകുന്നു. എന്നിട്ട് തൻ്റെ ഭാര്യയായ ബീവറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ബീവർ അവർക്ക് കഴിക്കാൻ ഉണക്കമീൻ നൽകുകയാണ്. തുടർന്ന് ഇവിടുത്തെ കാര്യം മുഴുവൻ അവരോട് തുറന്നു പറയുന്നു. അസ്ലാൻ എന്ന ലയനാണ് നമ്മുടെയൊക്കെ നല്ലവനായ കിങ് എന്നും ആ റാണി വെറും പൊലയാടി മോളാണെന്നും അവരെ കൊണ്ട് സമാധാനത്തോടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലെന്നും പറയുന്നു. റാണിയുടെ അടുത്ത് തന്നെ പോകണം, നമ്മൾ കാരണമല്ലേ മനുഷ്യക്കുറുക്കൻ അപകടത്തിലായത്, പോയി മാപ്പ് ചോദിച്ചിട്ട് അവനെ രക്ഷിക്കാമെന്ന് പറഞ്ഞവർ തീരുമാനമെടുക്കുന്നു. തുടർന്ന് അവർ നോക്കുമ്പോൾ അവിടെ എഡ്മണ്ടിനെ കാണാനില്ല. അവൻ അവരുടെ കണ്ണു വെട്ടിച്ച് റാണിയുടെ അടുത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നു. അവൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത്, അങ്ങോട്ടേക്ക് രഹസ്യമായേ പോകാൻ പറ്റൂ, നേരെ അങ്ങ് ചെന്ന് കയറിക്കൊടുത്താൽ പിന്നെ തല കാണില്ലെന്ന് ബീവർ അവരോട് പറയുകയാണ്. സഹോദരൻ അപകടത്തിലേക്കാണ് പോയതെന്ന് മനസ്സിലായി അവനെ രക്ഷിക്കാൻ 3 ഓടുമ്പോൾ അതിനെ ബീവർ തടുത്ത് നമ്മളും പോയാൽ നമ്മളും അപകടത്തിലാവും, അവനെ തന്ത്രപൂർവ്വം രക്ഷിക്കണം, ഒരു പ്ലാൻ തയ്യാറാക്കണമെന്ന് പറഞ്ഞ് ബീവർ അവരെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇവിടെ എഡ്മണ്ട് റാണിയുടെ കൊട്ടാരത്തിൽ എത്തുകയാണ്. അവിടെ ഒരുപാട് വന്യമൃഗങ്ങളുടെ പ്രതിമകൾ വെച്ചിരിക്കുന്നു. പെട്ടെന്ന് ഒരു ചെന്നായി അവനെ കടന്നു പിടിച്ച് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ റാണി പറഞ്ഞിട്ട് ഇവിടെ വന്നതാണെന്ന് പറയുന്നു. അങ്ങനെ റാണി വന്ന് അവനോട് നീ ഇവിടെ വീണ്ടും വന്നോ, നിന്റെ സഹോദരങ്ങൾ എവിടെയെന്ന് ചോദിക്കുന്നു. നല്ലവളായ റാണിയാണെന്ന് കരുതിയ എഡ്മണ്ട് ബീവറിനോടൊപ്പം തന്റെ സഹോദരങ്ങൾ അവരുടെ വീട്ടിലാണെന്ന് അവരോട് പറയുന്നു. പിന്നെ അവിടെ നടന്നത് അവനെ പിടിച്ച് തുറങ്കിലടയ്ക്കാൻ പറയുകയും തന്റെ ഭടന്മാരായ ചെന്നായകളോട് പെട്ടെന്ന് അവരെയും പോയി പിടിച്ചു കൊണ്ടുവരാൻ ഉത്തരവിടുന്നു.